നമസ്കാരം, ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ 28ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടെൻസ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് പറഞ്ഞു കഴിഞ്ഞു, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞു, പ്രസന്റ് പെർഫെക്റ്റ് കഴിഞ്ഞു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ചർച്ച ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ നടന്ന ആക്ഷൻ അതിൻ്റെ കണ്ടിന്യൂറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ പഴയ ആക്ഷൻ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ആക്ഷൻ അത് ഇൻ പ്രോഗ്രസീവ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് അല്ല, അതല്ലെങ്കിൽ അപ്പോഴും കംപ്ലീറ്റ് അല്ല, ഇപ്പോഴും കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് അല്ല എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ഒന്നും അല്ലെങ്കിൽ ഒരു സൂചനയൊന്നും കാണാതിരിക്കുന്നിടത്തോളം കാലം പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിലനിൽക്കും. അതായത് ആ ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന അർത്ഥത്തിൽ തന്നെ വരും. ഇത് എപ്പോഴൊക്കെയാണ് സാധാരണ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുക എന്നുള്ള പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം, ഒരു പാസ്റ്റ് ടൈമിൽ ഒരു പാസ്റ്റ് ആക്ഷൻ നടന്നത് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ അത് പൂർണ്ണമായിട്ടില്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സൂചിപ്പിക്കാനാണ് നമ്മൾ ഒന്നാമതായിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അറ്റ് 8 AM yesterday I was reading a newspaper. ഇന്നലെ 8 മണിയാണ്. ഇന്നലെ 8 മണിക്ക് ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞോ? ഇല്ല, ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റെന്തൊരു സംഭവം നടന്നു എന്ന് പറയാനാണ് വരുന്നത്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു ലക്ഷണം കൂടിയാണത്. കാരണം വേറൊരു ആക്ഷൻ കൂടി അതിനോടൊപ്പം സൂചന ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു ടെൻസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഒരു സെന്റൻസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് നടന്നു എന്ന് മനസ്സിനകത്തൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്ന തരം ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കാം. അറ്റ് 8 PM yesterday I was reading ന്യൂസ് പേപ്പർ. പിന്നെന്ത് സംഭവിച്ചു അല്ലെ? സ്വാഭാവികമായിട്ട് അതിനോടനുബന്ധിച്ചൊരു ചോദ്യം വരും. അപ്പൊ ഇന്നലെ പറഞ്ഞ എന്താണ്? ഇന്നലെ 8 മണിക്ക്, പാസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ ന്യൂസ് പേപ്പർ ഓർ ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞു പോയൊരു കാലത്ത് ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത് കംപ്ലീറ്റ് ആയില്ല എന്ന് സൂചിപ്പിക്കാനുള്ള ധ്വനിയിലാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഓർമ്മിക്കണം, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കഴിഞ്ഞു പോയതാണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? ബിയുടെ ഫോം വേണം, പിന്നെ വെർബിന്റെ കൂടെ ing വേണം അല്ലെ? കണ്ടിന്യൂസ് ടെൻസ് എല്ലാം നമ്മൾ പരിശോധിച്ചതാണ്. ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും അതിനത് ബിയുടെ ഫോം വേണം, പിന്നെ അത് കഴിഞ്ഞ് വെർബിന്റെ ing ഫോം വേണം. അപ്പോൾ അറ്റ് 8 AM yesterday I was reading ന്യൂസ് പേപ്പർ. ഞാൻ ഇന്നലെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്, ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഷോർട്ട് ആക്ഷൻ കൊണ്ട് അത് ഇന്ററപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അത് തടസ്സപ്പെടുകയാണെങ്കിൽ, ആ തടസ്സപ്പെടുത്തുന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും അല്ല ലോങ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനിടയ്ക്കാണല്ലോ മറ്റൊരു ആക്ഷൻ വന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ നടന്നുകൊണ്ടിരുന്ന ആക്ഷൻ അല്ലെങ്കിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നുകൂടി പറയാം, ഒരു ലോങ് ആക്ഷൻ, ഒരു നീണ്ട ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കെ മറ്റൊരു ആക്ഷനാൽ ഇത് ഇന്ററപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, തടസ്സപ്പെടുകയാണെങ്കിൽ, ഈ തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ആ ചെറിയ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും, ഏത് ആക്ഷനാണോ തടസ്സപ്പെടുത്തിയത് നേരത്തെ നടന്നുകൊണ്ടിരുന്ന ആക്ഷൻ, അത് പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ ദെൻ ദ ഫോൺ റാങ്. ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ, ഇറ്റ് വാസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് ആയിരുന്നു. അപ്പോഴാണ് സഡൻലി ഇറ്റ് വാസ് ഇന്ററപ്റ്റഡ് ബൈ എ ഫോൺ കോൾ അല്ലെ? ഇറ്റ് വാസ് ഇന്ററപ്റ്റഡ് ബൈ എ ഫോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സെന്റൻസ് ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. യെസ്റ്റർഡേ ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഓക്കെ, യെസ്റ്റർഡേ ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഒരു ലോങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു സിമ്പിൾ പാസ്റ്റ് ആണ് സംഭവിച്ചത്. കാരണം ഒരു ചെറിയ ആക്ഷൻ അതിനിടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യുകയാണ്.
അപ്പൊ നമ്മൾ എഴുതി ദ ഫോൺ ബെൽ റാങ്. ദ ഫോൺ ബെൽ റാങ്. I was reading the newspaper when the phone rang. I was reading the newspaper when the phone rang. ഫോൺ അടിച്ചപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ അടിച്ചു എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ്. എന്താ കാരണം? ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഇന്ററപ്ഷൻ ആണ്. അതേസമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഏതായിരുന്നു? ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. അതൊരു ലോങ് പ്രോസസ്സ്. അപ്പൊ ലോങ് പ്രോസസ്സിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി സൂചിപ്പിക്കുന്ന തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് റീഡിങ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലോസ് അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ എപ്പോഴാണെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ ആക്ഷൻസ്, ഒന്നിൽ കൂടുതൽ പ്രവൃത്തികൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ, ഒരു പ്രവൃത്തിയല്ല, ഒന്നിൽ കൂടുതൽ പ്രവൃത്തികൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഇൻ പ്രോഗ്രസ് ആണ്, കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ പറയാം. ഷീ വാസ് സ്റ്റഡിയിങ് വൈൽ ഐ വാസ് വാച്ചിങ് ടെലിവിഷൻ. വൈൽ ഐ വാസ് വാച്ചിങ് ടെലിവിഷൻ, ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ അവൾ എന്ത് ചെയ്യായിരുന്നു? ഷീ വാസ് സ്റ്റഡിയിങ്. കണ്ടോ, രണ്ടും ഒരേ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സിലാണ്, ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കംപ്ലീറ്റഡ് ആയിട്ടില്ല എന്ന് സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സെറ്റിങ്സ്, ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു കഥ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു സംഭവം വിശദീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സെറ്റിങ്സ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട് സാധാരണ രീതിയിൽ. എങ്ങനെയാണെന്ന് പരിശോധിക്കും. ഒരു ബാക്ക്ഗ്രൗണ്ട് ഉദാഹരണം പറയാം. ദ സൺ വാസ് ഷൈനിങ് ആൻഡ് ദ ബേർഡ്സ് വെർ ചിർപ്പിംഗ്. അല്ലേ? ദ സൺ വാസ് ഷൈനിങ്. ഞാൻ ഒരു കഥ പറയാൻ പോവുകയാണ്, ഒരു ഇൻസിഡന്റ്, ഒരു ഒരു സംഭവം വിശദീകരിക്കുകയാണ്. അപ്പൊ ആ സംഭവത്തിന്റെ വിശദീകരണത്തെ മുന്നോടിയായിട്ട് സെറ്റിങ്സ്, അല്ലെ, ആ സെറ്റിങ്സ് വിശദീകരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് എങ്ങനെയായിരിക്കും? ദ സൺ വാസ് ഷൈനിങ് ആൻഡ് ദ ബേർഡ്സ് വെർ ചിർപ്പിംഗ്. സൂര്യൻ നല്ല പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കിളികൾ ചിലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ സ്റ്റോറി അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു സെറ്റിങ്സ്, ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? വാസ് ഓർ വെയർ, അല്ലെ? വാസ് സിംഗുലർ, വെയർ പ്ലൂറൽ ആണ്. ഇത് രണ്ടും ബിയുടെ ഫോംസ് ആണ്. ബിയുടെ ഫോം മസ്റ്റ് ആണ്. പ്ലസ് ബി വെർബിന്റെ ING ഫോം, ഗോയിങ്, റണ്ണിങ്, റീഡിങ്, എക്സെട്ര. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്. പിന്നെ ഒരു സന്ദർഭം കൂടി ഞാൻ വിശദീകരിക്കാം. ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ആക്ഷൻ നടക്കുമ്പോൾ, അതായത് ഒരാക്ഷൻ കംപ്ലീറ്റഡ് ആണ്, ഒരാക്ഷൻ കംപ്ലീറ്റഡ് അല്ല. അങ്ങനെയെങ്കിൽ കംപ്ലീറ്റഡ് ആവാത്ത ആക്ഷൻ എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. ഒന്നുകൂടി മനസ്സിൽ വെച്ചോളൂ. രണ്ട് ആക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്. നേരത്തെ അതേ എക്സാമ്പിളും പറഞ്ഞു. ഇനി ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്തു, അതേ സമയത്ത് ആദ്യത്തെ ആക്ഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്തില്ല എങ്കിൽ ആ കംപ്ലീറ്റ് ആവാത്ത ആക്ഷൻ എപ്പോഴും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ തന്നെയായിരിക്കും ഉപയോഗിക്കുക. കംപ്ലീറ്റ് ആയ ആക്ഷനോ നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിൽ തന്നെ ഉപയോഗിക്കുന്നു. V2 ഫോം. ഫോർ എക്സാമ്പിൾ, ഹി വാസ് പെയിന്റിംഗ് ദ വാൾ. ഹി വാസ് പെയിന്റിംഗ് ദ വാൾ. ഹി വാസ് പെയിന്റിംഗ് ദ വാൾ. അങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഫെൽ ഡൗൺ. ഹി ഫെൽ ഡൗൺ. ഇറ്റ് കംപ്ലീറ്റഡ്, അല്ലെ? കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അവൻ വീണുകൊണ്ടിരുന്നു അല്ല, അവൻ വീണു കഴിഞ്ഞു. ആ സമയത്ത് പെയിന്റിങ് കംപ്ലീറ്റ് ആണോ? അല്ല. ഹി വാസ് പെയിന്റിങ് കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഹി വാസ് പെയിന്റിങ് ദ വാൾ. പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കെ അവൻ വീണു എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റഡ് ആക്ഷൻ എവിടെയാണോ അവിടെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചേ പറ്റൂ. അപ്പോ കറക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ വരുന്ന സമയത്ത്, കുട്ടികൾക്ക് സാധാരണ വരുന്ന എക്സസൈസുകളാണ് കറക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയേ നോക്കേണ്ട ആവശ്യമുള്ളൂ. കംപ്ലീറ്റഡ് ആണോ, കംപ്ലീറ്റഡ് അല്ലയോ? കംപ്ലീറ്റഡ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, കംപ്ലീറ്റ് ആവാത്ത ആക്ഷൻ ആണ് എങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഹി ഫെൽ ഡൗൺ, അവൻ വീണു, കംപ്ലീറ്റഡ് ആണല്ലോ, അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ്. ഹി വാസ് പെയിന്റിംഗ് ദ വാൾ.
ചുവരിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കംപ്ലീറ്റഡ് ആണോ? അല്ല, അതിനിടയ്ക്കാണ് വീണത്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇത്രയുമാണ് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ. മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റിൽ വരിക. താങ്ക് യു.